ലൈക്ക് അശ്വതി ബോക്സ്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് 1-ൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അത് ഈ ദിവസം തന്നെയാണ് കഴിച്ച് എടുക്കുന്നത് പാർട്ട് 1-ൻ്റെ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആള് ഗൈസ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഗൈസ് ജീവിത പറയിക്കൂടെ അപ്പോൾ ഗൈസ് ജീവിത പറയിക്കൂടെ വരുന്നുണ്ട്. നമ്മളാണെങ്കിൽ അവിടുന്ന് ക്ഷേത്രത്തിൽ നമ്മളാണെങ്കിൽ നമ്മൾ അവിടുന്ന് പ്രസാദം ഒക്കെ കഴിച്ചിട്ട് വന്നേക്കുവാണ്. ജീവിതം നമ്മളെ പുറകെ വരുന്നുണ്ട്. ആലപ്പുള്ളിയുടെയൊക്കെ സീന് ഫ്രണ്ടിലെ വഴിയാണ് അമ്പലത്തിൽ വന്നേക്കാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഗണപതി അമ്പലം എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ശ്രീ മൂർത്തിട്ട ക്ഷേത്രം എന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ജീവിത അമ്പലത്തിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് തുള്ളുന്നതാണ് അതിൻ്റെ വീഡിയോ. തുള്ളുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ചില വർഷം തുള്ളിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ പോകുന്ന ഫ്രണ്ടിലെ വഴി മൊത്തം നിയോഗമാണ് ഗൈസ്. നമ്മൾ പൂച്ച പോലും ഇല്ല. പക്ഷെ പുറയിലും നിയോഗം. പുറകിൽ അവിടെ ജീവിതം നിർത്തിയിട്ടേക്കാണ് ഗൈസ്. കാരണം ഇങ്ങനെ ഗൈസ് പുറകിലാണെങ്കിൽ നിയോഗമാണ്, പക്ഷെ അതിൻ്റെ പുറകിലാണെങ്കിൽ ജീവിതമുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ പോകുന്നത് ജീവിതമാണെങ്കിൽ ഓരോരോ വീട്ടിലിങ്ങനെ പറയെടുത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയ കാര്യമില്ല. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പോയേനെ. അയ്യോ ഇനി അങ്ങോട്ട് പറയൊന്നുമില്ല. പിന്നെ ഞാൻ അടുത്ത പാർട്ടി പറഞ്ഞ മൂർത്തിട്ട അമ്പലത്തിൽ അവിടെ ചെന്ന് തുള്ളുമെന്നാണ് പറയുന്നത്. ഐതിഹ്യം വെച്ച് തുള്ളും. പക്ഷെ ചില വർഷങ്ങളായിട്ട് തുള്ളിയിട്ടില്ല. പറഞ്ഞല്ലോ, ചില വർഷങ്ങളായിട്ട് തുള്ളിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതായത് ഇതിൻ്റെ ഒരു ഐതിഹ്യ കഥ വെച്ച് പറയുകയാണെങ്കിൽ പൊന്നുംതോടത്തമ്മ എന്താ ആറന്മുള അമ്പലത്തിലെ തിരുവാറന്മുളയപ്പൻ്റെ പെങ്ങളാണ്. അപ്പോൾ പൊന്നുംതോടത്തമ്മ എന്താ അവിടുത്തെ കുറുമുളക്കാവിലമ്മ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അവിടുത്തെ അമ്മയുടെ താഴത്തെ കാട്ടിൽ കുളിക്കാൻ വന്നിട്ട് നാളെ എന്താ അമ്പലത്തിൽ വന്ന് ആങ്ങളെ കണ്ട് എന്താ കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിക്കും. അന്നേരം ആങ്ങൾ പറയും, ഞാൻ ആങ്ങളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പൊന്നുംതോടത്തമ്മ ദേഷ്യം വന്ന് അവിടുത്തെ ആറ്റിലേക്ക് പോയി കുളിക്കുന്നതാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് തിരിച്ച് ഇന്നലെ ഒറ്റച്ചണ്ട വിഷമത്തോടെ പൊന്നുംതോടത്തമ്മ എന്താ തിരിച്ച് അമ്പലത്തിലേക്ക് പോകുന്നത്. ഇവിടുത്തെ വിഘ്നേശ്വര അമ്പലത്തിൽ
തുള്ളേണ്ടതാണ്, പക്ഷെ അവർ ഈ വർഷം തുള്ളിയില്ല. ഐതിഹ്യം വെച്ച് തുള്ളേണ്ടതാണ്, പക്ഷെ അവർ ഈ വർഷം തുള്ളിയിട്ടില്ല. എന്താണെന്ന് അറിയില്ല, നോക്കാം. ചിലപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ടൈം ഒത്തിരി ആയി. സമയം ഏകദേശം 12 മണിയായി കാണും. അയ്യോ രാത്രി ഇപ്പം 12 മണിക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ കൂടെ നമ്മൾ തറയുമ്പോഴൊക്കെ കയറി കൊണ്ടുവരും. നേരത്തെ ദേവിയാണെങ്കിൽ അവിടുന്ന് വന്നിട്ട് ഇതുവഴി കയറി അങ്ങ് പോയത്. ശരിയാ, നമ്മൾ അന്തരിച്ചത് അടിക്കൂടെ. ഒരു വണ്ടി ഒറ്റ വണ്ടിയില്ല. ആലോചിച്ച് നോക്കി, രാത്രി 12 മണി ആകാറ് ഒറ്റ വണ്ടിയില്ല. അതുകൊണ്ട് അത് അടക്കൂടെ കയറി നടക്കും, ഇല്ലെങ്കിൽ സൈഡിൽ കൂടെ നടക്കും. സൈഡിൽ കൂടെ നടക്കാന്ന് വെച്ചാൽ അവിടെ ഫുള്ള് കാടാ, ചെറിയ ചെറിയ ഏതാനും മിനിറ്റുകൾ മാത്രം. സൈഡ് ചേർത്ത് നോക്കും, പുല്ലാണ് ഗൈസ്. അതില് കേറി പാമ്പൊക്കെ കൊത്താൻ വന്നു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഏത് കളി പറഞ്ഞു നമ്മളെ പുറകെ വരും.